നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കപ്പേളയുടെ ചില്ല് തകർത്ത് വിഗ്രഹം കവർന്ന കേസിൽ കൂടുതൽ പ്രതികൾ, ഒരാൾ അറസ്റ്റിൽ. ഇതടക്കമുള്ള വാർത്തകളുണ്ട് വീണ ന്യൂസിൽ. പരിശോധിക്കാം തലക്കെട്ടുകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേ സ്വച്ഛ് സർവേക്ഷൺ ഉത്സവമാക്കി വടക്കാഞ്ചേരി നഗരസഭ. സർവശുദ്ധിയുടെ പേരിലും വലിയ അഭിമാന നിറവ്. സംസ്ഥാനത്തെ മികച്ച നഗരസഭകളിൽ 2ാം സ്ഥാനം. അഭിമാനിക്കാൻ ഏറെയുണ്ടെങ്കിലും മാലിന്യ മാഫിയയുടെ വിഹാര കേന്ദ്രമായി നഗരസഭയുടെ വ്യാപകാതിർത്തികൾ. അത്താണി പട്ടണത്തിൽ കാനയിലൂടെ ഒഴുകുന്നു ശുചിമുറി മാലിന്യം. JNJ സ്കൂളിന് മുന്നിൽ മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധപൂരിതം. പുഴുവരിക്കുന്ന മലിനജലം കൊതുക് വളർത്തൽ കേന്ദ്രം. നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്നും ജനദുരിതം കാണാതെ പോകരുതെന്നും ഭരണകക്ഷി കൗൺസിലർ സേവ്യർ മണ്ടുംപാല. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും CPI നേതാവ്. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കപ്പേളയുടെ ചില്ല് തകർത്ത് വിഗ്രഹം കവർന്ന കേസിൽ 55കാരൻ അറസ്റ്റിൽ. കപ്പേളയ്ക്ക് സമീപം താമസിക്കുന്ന നെടിയേടത്തി വീട്ടിൽ ഷാജിയെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് ഷാജിയുടെ മൊഴി. ഒളിവിൽ പോയ 2 മുണ്ടത്തിക്കോട് സ്വദേശികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതം. മേഖലയിൽ സമാധാന യോഗം നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് ആസ്ഥാനത്തും യോഗം. മധ്യ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ ഉത്രാളിപ്പൂരം വടക്കാഞ്ചേരിയുടെ അഭിമാനം വാനോളമുയർത്തി നടത്തിയവർക്ക് വ്യാപാരി സമൂഹത്തിന്റെ ആദരം. കുമരനെല്ലൂർ, വടക്കാഞ്ചേരി, എങ്കക്കാട് ദേശഭാരവാഹികളെയും ചീഫ് കോർഡിനേറ്ററെയും ആദരിച്ചു. ഉത്സവം ഉപേക്ഷിച്ച് പൂരപ്പറമ്പിൽ ജീവൻ രക്ഷയുടെ കരുതലൊരുക്കിയ വടക്കാഞ്ചേരി ആക്ട്സിനും ആദരവ്. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഓരോ ഉത്സവങ്ങളും വ്യാപാര മേഖലയെ കരുത്തുറ്റതാക്കുന്നതാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ്. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് വ്യാഴാഴ്ച സമാപനം. ഭക്തജന സാഗരമായി ക്ഷേത്രാങ്കണം. സർവൈശ്വര്യത്തിന്റെ മഹിമ വിളിച്ചോതി സർവൈശ്വര്യ പൂജ. യജ്ഞാചാര്യൻ നിഖിലാനന്ദ സരസ്വതി നേതൃത്വം നൽകി. വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിനാഘോഷം. പൊങ്കാല അർപ്പിക്കാൻ നിരവധി പേരെത്തും. തന്ത്രി മേൽമണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. അതിരപ്പിള്ളിയിൽ പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ ഉറപ്പാക്കാൻ വനം വകുപ്പ്. ആനയുടെ കാലിനേറ്റ പരിക്ക് ഗുരുതരമല്ലെന്ന് വിലയിരുത്തൽ. സെൻട്രൽ സർക്കിൾ CCFന്റെ നിർദ്ദേശപ്രകാരം 3അംഗ സംഘം കൊമ്പനെ നിരീക്ഷിക്കും. 2 ദിനം കൂടി നിരീക്ഷിച്ച് വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കും. ആവശ്യമെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടാനും തീരുമാനം. താടിയെല്ല് പൊട്ടി ഗുരുതര പരിക്കുകളോടെ കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ കണ്ടെത്തിയ പിടിയാനയെ മയക്കുവെടിവെച്ച് പിടികൂടി. വിദഗ്ധ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. നേതൃത്വം നൽകുന്നത് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം. വടക്കാഞ്ചേരി നഗരസഭയിലെ മംഗലത്ത് വൻ അഗ്നിബാധ. 3 ഏക്കറയോളം റവന്യൂ ഭൂമിയിലാണ് തീ പടർന്നത്. അടിക്കാടുകൾ കത്തിയമർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പുകളിലേക്കും തീ പടർന്നു. മുളങ്കാടുകളും മരങ്ങളും കത്തി നശിച്ചു. റബ്ബർ പുരയിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഭാരതപ്പുഴയൊഴുകും നാട്ടിൽ കുടിവെള്ളത്തിനായി ജനങ്ങളുടെ നെട്ടോട്ടം. ചെറുതുരുത്തി തടയണ മേഖലയിൽ ജലസമൃദ്ധി. കുടിവെള്ളം ലഭിക്കാത്തത് പദ്ധതികളുടെ അശാസ്ത്രീയ നടത്തിപ്പ് മൂലം.
കേരള കലാമണ്ഡലത്തിന് പുറകിലെ ശുചീകരണശാലയിൽ തകരാറുകൾ നിരന്തരം. പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ജനകീയ ആവശ്യം. അധികൃതരുടെ ഉദാസീനതയിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് താപനില വീണ്ടും കുതിച്ചുയരുന്നു. തൃശൂരടക്കം 12 ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. തൃശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഷൊർണൂരിൽ 22-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചതിന് പിന്നിൽ ദുരൂഹത. അമിതമായ ലഹരി ഉപയോഗമാണ് മരണത്തിന് കാരണമെന്ന് വിലയിരുത്തൽ. യുവാവിന്റെ അടിവസ്ത്രത്തിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തി. സമഗ്ര അന്വേഷണവുമായി പോലീസ്. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യയോട് പരാജയം. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ഓസീസ് നായകൻ സ്റ്റീവ് സ്മിത്ത്. 2010 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഓൾറൗണ്ടറായി അരങ്ങേറ്റം. കളിച്ചത് 170 ഏകദിനങ്ങൾ. നേടിയത് 5800 റൺസ്. 12 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും നേടി. ഏകദിനത്തിലെ റൺവേട്ടക്കാരിൽ ഓസ്ട്രേലിയൻ താരങ്ങളിൽ 12-ാമൻ.